ഓണായിട്ട് കൂടെ നിൽക്കുന്നല്ലേ. പിന്നെ ഫാമിലിയിൽ അമ്മയാണ് പപ്പയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? അങ്ങനെ രണ്ടുപേരും അതെ. പിന്നെ അച്ഛക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ആണെങ്കിലും പിന്നെ എനിക്ക് ചേച്ചിമാരെ പുള്ളി അമ്മ അത്ര എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇതെല്ലാം. എല്ലാം ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ. അപ്പം ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ മീൻസ് ഹോബീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ തയ്യൽ മാത്രമല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഐ മീൻ പാട്ട്, ഡാൻസ്, ആക്ടിങ്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ അറിയാണെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത ഏതെങ്കിലും ഷോർട്ട് ഫിലിംസിലൊക്കെ എടുക്കാൻ പറ്റും, അതുകൊണ്ട് ചോദിച്ചതാണ്. ഡാൻസ് കുറച്ചൊക്കെ കളിക്കും. ആഹാ, പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു ഒരു സ്കൂളിൽ കോമ്പറ്റീഷന് വേണ്ടിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു ഡാൻസറും കൂടിയാണ്. ചെറുതായിട്ട് ചെറിയ ഡാൻസറാണ്. ഓക്കെ, നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, പാട്ടുകാരി എന്ന് പറഞ്ഞൊരു പാട്ട് പഠിക്കായിരുന്നു. അപ്പൊ ഡാൻസറാന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോ വേണ്ട. ഓക്കെ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആദ്യമായി മറ്റേ ഇവിടെ വന്നിട്ട് ഈ സ്റ്റെഫിലി അത് ഇട്ട് കണ്ടപ്പോ, ഐ മീൻ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു ചട്ടമുണ്ടും എടുത്ത് കണ്ടപ്പം എന്താണ് തോന്നിയത്? ഞാനാണെങ്കിൽ നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ ഡ്രസ്സ് തയ്ക്കുന്ന ആദ്യമായിട്ട് അപ്പോഴായിരുന്നു. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കുറേ നാളുകൂടി ഞാൻ തയ്ക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം നല്ല ടെൻഷൻ, ശരിയാവോ ഇല്ലാന്ന്. അപ്പം ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി. പിന്നെ അപ്പൊ എല്ലാരും എന്ത് പറഞ്ഞു? എനിക്കൊന്നും അത് കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു അല്ലെ, ഈ പേരും എല്ലാരും ചോദിക്കും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിലൊക്കെ ചോദിച്ചു വന്നായിരുന്നോ? ആദ്യം ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഉണ്ട്. ഇനി ഒരു ബൾക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാ ഇപ്പം ഏകദേശം ഒരു ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആൾക്കാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ സജ്ജീകരണങ്ങളും തരാം, ഇത്രയും തുണി തയ്ച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് കോഡ് മുന്നോട്ട് വരുമോ, അതോ അപ്പളെ ചേച്ചിയോടൊന്ന് ചോദിക്കണോ എന്ന് ചിന്തിക്കുവോ? എനിക്ക് ജോലി ഉള്ളതുകൊണ്ടൊന്ന് ആലോചിക്കണം. എന്നാലും ഞാൻ പരമാവധി എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും. അതെ, അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാനഡയിലുള്ള എല്ലാവരുടെയും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല ബ്ലൗസും അതുപോലെ തന്നെ ഡ്രസ്സുകളും വേണമെന്നുണ്ടെങ്കിൽ ആൻ്റെ അടുത്തേക്ക് വരിക. പിന്നെ ഈ പറഞ്ഞ ഇവരോട് ഞാൻ പറയുന്നതാണ്, ഇപ്പം 3 മാസം ഒന്നും ഡില കൊടുക്കരുത്. അവർ പറയുന്ന സമയത്ത് കൊടുക്കില്ലെങ്കിൽ അവരെന്നെ തല്ലും. പിന്നെ പിന്നെ ബോയ്സിന്റെ അങ്ങനെ തയ്ക്കത്തില്ലാത്തതുകൊണ്ടാണോ അതോ? ബോയ്സിന് തയ്ക്കുന്ന വേറെ, അത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. മാത്രമേ പഠിച്ചുള്ളൂ. നാട്ടില് ഇത് എത്ര നാള് പഠിച്ചു? 3 മാസം 2 മാസം പഠിച്ചെന്ന് തോന്നുന്നു. 3 മാസം 2 മാസം. 3 മാസം 2 മാസം മതിയോ നമുക്ക് പഠിച്ചെടുക്കാൻ? അത് മതി. പിന്നെ നമ്മൾ തന്നെ തയ്ച്ച് പഠിക്കുക. 3 മാസം കൊണ്ട് ധാരാളം. അപ്പൊ ആദ്യമൊക്കെ തയ്ക്കുന്ന സമയത്ത് നമ്മള് കുറെ തുണികളൊക്കെ വേസ്റ്റ് ആക്കി ഉണ്ടാവോ? ആദ്യമൊക്കെ തയ്ക്കുമ്പോ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ. പിന്നെ ആദ്യം തയ്ക്കുമ്പോ അവിടെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, അപ്പൊ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ തന്നെ തയ്ക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. പിന്നെ ഇവിടെ ഏത് മെഷീൻ? കാരണം എന്റെ മമ്മി തയ്ക്കുമായിരുന്നു, മമ്മിയും തയ്ക്കുക. അപ്പം എന്റെ ചെറുപ്പത്തിലെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെഷീൻ കയറി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി മറ്റേ ഇങ്ങനെ കറങ്ങുന്ന കാണാൻ നല്ലൊരു ഫീൽ ആണല്ലോ. അപ്പൊ അങ്ങനത്തെ മെഷീനാണോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോണിക്. അപ്പം കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ കാൽ